ഫാസ്റ്റിംഗ്, ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ആണ് മെഡിക്കൽ സയൻസ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം നമ്മൾ ഒരു കൃത്യസമയത്ത് ആഹാരം കഴിച്ചിട്ട് ഒരു 24 മണിക്കൂർ ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു ക്രമമുണ്ട്. കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാം, ചില ജ്യൂസുകൾ കുടിക്കാം, മധുരമില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുടിക്കാം. എന്തുകൊണ്ടാണ് ഈ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത്ര ഫേമസ് ആയിട്ട് മോഡേൺ വൈദ്യശാസ്ത്രത്തിലേക്ക് വരാൻ കാരണം? പക്ഷേ ഇപ്പോഴും മോഡേൺ വൈദ്യശാസ്ത്രം അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നില്ല. കാരണം 2016 മെഡിക്കൽ ഫീൽഡിൽ, അതായത് മെഡിക്കൽ നോബൽ പ്രൈസ് ആർക്കാണ് കിട്ടിയതെന്ന് നമ്മളൊന്ന് ഓർക്കണം. അതായത് 2016 മെഡിക്കൽ നോബൽ പ്രൈസ് കിട്ടിയേക്കുന്ന ആളുടെ പേര് ഓസോമീന. അയാളുടെ പേര് ഓസോമീന. അയാൾ ഒരു ജപ്പാൻകാരനാണ്. ഒരു വൈദ്യശാസ്ത്രം ഇതുവരെ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഒരു പുതിയ അറിവ് നൽകിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ആ അവാർഡ് കൊടുത്തത്. ലോകം കൊടുക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും ഉന്നതമായ അവാർഡുകളിലൊന്നാണ് നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നൊബേൽ പ്രൈസാണ് പുള്ളിക്ക് കൊടുത്തത്. എന്തിനാണ് കൊടുത്തത്? അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റത്തിൻ്റെ പേരാണ് ഓട്ടോഫാജി. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓർക്കും ഇതെന്താ സംഭവമെന്ന്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ഫാസ്റ്റിംഗ് ആണ്. അതായത് ഫാസ്റ്റിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? ഫാസ്റ്റിങ്ങിൻ്റെ അത്ഭുതവശമാണ് അദ്ദേഹം തൻ്റെ സയൻറ്റിഫിക്കൽ പ്രൂഫിലൂടെ, സയൻറ്റിഫിക്കൽ ബേസിലൂടെ തെളിയിച്ചത്. അപ്പം എന്താണ് അദ്ദേഹം തെളിയിച്ചത്? അതായത് നമ്മുടെ ബോഡി അത് ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം എവിടെയുമുണ്ട്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പം സ്വാഭാവികമായിട്ട് ആ ഫുഡിൽ നിന്ന് കാർബോഹൈഡ്രേറ്റിനെ ഉപയോഗിച്ച് ബ്രെയിനിൻ്റെ എല്ലാ ഫങ്ഷനുകളെയും, ബോഡിയുടെ എല്ലാ ഫങ്ഷനുകളെയും നിലനിർത്തുക എന്ന് പറയുന്നതാണ് ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഒരു ഘടകം. പക്ഷേ ഈ മെക്കാനിസം എങ്ങാനോ ഒന്ന് പൊളിഞ്ഞാലോ, നമുക്ക് ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ് കൊടുക്കാൻ പറ്റാതെ വന്നാലോ, നമ്മൾ ആഹാരം എടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിലോ, അപ്പം ബോഡി നടത്തും കോമ്പൻസേറ്ററി മെക്കാനിസം. കോമ്പൻസേറ്ററി മെക്കാനിസം എന്ന് പറഞ്ഞാൽ പ്രൈമറി ആവശ്യമുള്ള ബോഡിയുടെ എല്ലാ നീഡിനും ആവശ്യമുള്ള സപ്ലൈ കൊടുക്കും, ബാക്കിയുള്ളതെല്ലാം ബ്രേക്ക് ചെയ്യും. പിടികിട്ടിയോ? അപ്പം എവിടെയൊക്കെ കൊടുക്കും? ബ്രെയിന് കൊടുക്കും. ബാക്കിയുള്ള സിസ്റ്റത്തെയൊക്കെ ബോഡി സ്റ്റാർവേഷൻ മൂഡിലേക്ക് വിടും. നമുക്കധികം ഓടാൻ പറ്റത്തില്ല, അനങ്ങാൻ പറ്റത്തില്ല, കൈവേദന എടുക്കും, തളർച്ച വരും. പക്ഷേ നമ്മുടെ ബ്രെയിൻ ഷാർപ്പായിട്ട് പ്രവർത്തിക്കാൻ കാരണം എന്താ? കാരണം ബോഡിയുടെ കോമ്പൻസേറ്ററി മെക്കാനിസം എന്നാണ് പറഞ്ഞത്. ഒരു സിസ്റ്റം ഇല്ലാതെ വന്നപ്പം എന്ത് ചെയ്യണമെന്ന് ബോഡിക്ക് മനസ്സിലാക്കി ബോഡി പ്രവർത്തിക്കുക. അപ്പം ഈ സിസ്റ്റത്തിൻ്റെ അത്ഭുതവശം ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് ഈ ഓട്ടോഫാജി അല്ലെ ഫാസ്റ്റിങ്ങിലൂടെ ഇദ്ദേഹം തെളിയിച്ചത്. എന്താണ് സംഭവം? നമ്മളൊരു ഫാസ്റ്റിംഗ് എടുക്കുക, ഒരു 6 മണിക്കൂർ വരെ എന്ത് സംഭവിക്കും? നമ്മളൊരു ആഹാരം കഴിച്ചിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങുക. 6 മണിക്കൂർ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ ഈ ചെന്ന എല്ലാ ഫുഡിനെയും ബോഡി അങ്ങ് ദഹിപ്പിക്കും. ബോഡി അതിൽ നിന്ന് എനർജി എടുക്കാൻ പറ്റുന്ന മാക്സിമം എടുത്ത് എല്ലാം അവശിഷ്ടമാവും ഒരു 6 മണിക്കൂർ കൊണ്ട്. അതൊരു നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 8 മണിക്കൂർ വരെ വരും. ഇറച്ചി മീനും ഒക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഈ 8 മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബോഡിക്ക് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ബോഡിക്ക് മനസ്സിലായി ഒന്നും കിട്ടുന്നില്ല, എനർജി കിട്ടുന്നില്ല. അത് അതിൻ്റെ കോമ്പൻസേറ്ററി മെക്കാനിസം എന്ന് പറയുന്ന ഒരു മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിന് പകരം ഇനി എന്ത് ചെയ്യും? അപ്പം എന്ത് ചെയ്യും? നമ്മുടെ ലിവറിലൊരു സംഭവം ഇരിപ്പുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ ആഹാരം കഴിക്കുമ്പം കൂടുതൽ കഴിക്കുന്ന ആഹാരത്തെ മുഴുവൻ ലിവറിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോറിങ്ങിന് എന്തൊരു കപ്പാസിറ്റി ഉണ്ട്? ഒരു 12 മണിക്കൂർ വരെ നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള എബിലിറ്റി ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഇൻസുലിൻ പീക്ക് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കും. അപ്പം ഇൻസുലിൻ ബോഡിയിലേക്ക് അമിതമായിട്ട് സെക്രീറ്റ് ചെയ്യും. ഇൻസുലിൻ പീക്ക് ഉണ്ടാകുമ്പം എന്ത് സംഭവിക്കും? ഇൻസുലിൻ പീക്കാണ് ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ എടുത്ത് ഗ്ലൈക്കോജൻ ആക്കി വെച്ചേക്കുന്ന ഗ്ലൂക്കോസിനെ എടുത്ത്
എനർജി ആക്കാൻ പോകുന്നത്. അതിനെ എടുത്ത് എനർജി ആക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ബോഡിയുടെ മെക്കാനിസം ഒക്കെ പ്രവർത്തിക്കും, എല്ലാം പ്രവർത്തിക്കും. കാരണം എന്താ, സ്റ്റോർഡ് ഗ്ലൂക്കോസിനെ എടുത്തേക്കുക, ലിവറിൽ നിന്ന് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഇവിടെ വരുമ്പം എന്ത് സംഭവിക്കും? ഫാറ്റി ലിവറിലുള്ള സാധനത്തെയൊക്കെ അതിങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ എടുക്കും. അവിടെ സ്റ്റോർ വെച്ചേക്കുന്ന മുഴുവൻ ഗ്ലൂക്കോസിനെ ഇങ്ങോട്ട് എടുക്കും. ഇതാണ് അടുത്ത ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 12 മണിക്കൂർ വരെ നടക്കാൻ പോകുന്നത്. അപ്പോൾ 12 6 എത്ര മണിക്കൂറായി? ഒരു 18 മണിക്കൂർ, ഒരു 16 തൊട്ട് 18 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. ഈ സമയം വരെ ബോഡി പിടിച്ചു നിൽക്കും, ശരീരം പിടിക്കും. ഈ 18 മണിക്കൂർ കഴിഞ്ഞാലോ? ഈ 18 മണിക്കൂർ കഴിയുമ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം ബോഡിയുടെ സ്റ്റോർ ചെയ്ത ഗ്ലൂക്കോസുകൾ മുഴുവൻ, ഗ്ലൈക്കോജൻ എല്ലാം തീർന്നു. ഇനി ബോഡിക്ക് അടുത്ത സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ബ്രെയിൻ നിന്നേ പറ്റത്തുള്ളൂ. കാരണം ബ്രെയിൻ എനർജി വേണം. ബോഡി എന്ത് ചെയ്യും? അടുത്ത കോമ്പൻസേറ്ററി മെക്കാനിസം പുറത്തെടുക്കും. എന്താ? പ്രോട്ടീൻ മെറ്റാബോളിസം. ബോഡി ആദ്യം പിടിക്കുന്ന പ്രോട്ടീനല്ല. അപ്പോൾ പ്രോട്ടീൻ മെറ്റാബോളിസം നടക്കുമ്പോൾ എന്ത് ചെയ്യും? ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോട്ടീൻ, അങ്ങനെയുള്ള പ്രോട്ടീനെ പതിയെ ബോഡി എടുക്കാൻ തുടങ്ങും. പ്രോട്ടീനെ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനത്തെ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രോട്ടീൻ എടുക്കും? നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത പ്രോട്ടീനെ ആയിരിക്കും ബോഡി ആദ്യം എടുക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം സൂപ്പർഫിഷ്യലായിട്ട് നമ്മുടെ ബോഡിയിൽ കുറച്ച് പ്രോട്ടീൻ സ്റ്റോറേജ് ഉണ്ട്. ആ സ്റ്റോറേജിൽ നിന്ന് പ്രോട്ടീൻ എടുത്ത് ഉപയോഗിക്കും. അതും ഏതാണ്ട് ഒരു 20 മണിക്കൂർ കഴിയുമ്പം ഏതാണ്ട് തീർന്നു തുടങ്ങും. 20-24 മണിക്കൂറാകുമ്പം തീരും. പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞാൽ ബോഡി ചെയ്യാൻ പോകുന്ന പ്രത്യേകതയാണ് ഓട്ടോഫാജിയ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന പ്രോട്ടീൻ, അല്ലെങ്കിൽ സെല്ലുകൾക്കുണ്ടായേക്കുന്ന ഡിഫക്റ്റ്, റിപ്പയറിങ്ങുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നത്, അങ്ങനെയുള്ള ബോഡിയുടെ ഇൻറ്റൻസീവായിട്ട് എടുക്കാൻ പറ്റുന്ന മൊത്തം പ്രോട്ടീനെയും ബോഡി ഇങ്ങോട്ട് എടുക്കും. അപ്പം എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സെല്ലുണ്ടെന്ന് വെച്ചു. അത് പ്രോട്ടീൻ രൂപത്തിലാണ് നിൽക്കുന്നത്. കാരണം ബോഡിയിൽ കൂടുതൽ കിടക്കുന്ന ബോഡിയുടെ ഡിഫൻസ് സിസ്റ്റം എന്ത് ചെയ്യും? ആ സെല്ലിന് വേണ്ടി, ആ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള സെല്ലിനകത്ത് വെച്ചേക്കുന്ന പ്രോട്ടീനെ ഇങ്ങനെ എടുക്കും. എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ബോഡിയുടെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളെല്ലാം പിടിച്ചു നിർത്തിയിട്ട് ആവശ്യമില്ലാത്ത സംഭവത്തെ എല്ലാം ബോഡി എടുത്തുകൊണ്ടിരിക്കും. ഇതിന് ഓട്ടോ അല്ല സെൽഫ് ഈറ്റിംഗ് എന്നാണ് പറയുന്നത്. കാരണം ബോഡിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബോഡിക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിനെ എല്ലാം ബോഡി റിപ്പയർ അല്ല എടുത്ത് എനർജി ആക്കാൻ നോക്കും. അപ്പം നല്ല സെല്ലുകൾക്കൊരു പ്രശ്നവും പറ്റത്തില്ല. മോശമായിട്ടുള്ള എല്ലാത്തിനെയും ബോഡി പ്രോട്ടീൻ മെറ്റാബോളിസം നടത്തും. ഈ പ്രോട്ടീൻ മെറ്റാബോളിസം ഒരു പരിധി കഴിയുമ്പം പിന്നെ ബോഡിക്ക് പറ്റത്തില്ല. കാരണം മസിൽസിൽ നിന്നൊന്നും ബോഡി എടുക്കത്തില്ല. കാരണം ആൾക്ക് നടക്കാനും പിടിക്കാനുമൊക്കെ എനർജി ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ട് മസിൽസിൽ നിന്നൊന്നും ബോഡി ആദ്യം കൈവയ്ക്കത്തില്ല. ബോഡി അടുത്ത സ്റ്റേജിലേക്ക് പോകും, ഫാറ്റ് മെറ്റാബോളിസം. ഇത് 24 മണിക്കൂർ കഴിയുമ്പോഴാണ് സംഭവിക്കാൻ തുടങ്ങുന്നത്. 24 തൊട്ട് ഒരു ദിവസവും കൂടി കഴിയുമ്പം ഫാറ്റ് മെറ്റാബോളിസത്തിലേക്ക് കിടക്കും. അപ്പം എന്ത് ചെയ്യും? ബോഡിയിൽ ആവശ്യത്തിൽ കൂടുതൽ വെച്ചിരിക്കുന്ന എല്ലാ ഫാറ്റിനെയും ബോഡി ഇങ്ങോട്ട് എടുക്കും. അപ്പം പ്രോട്ടീൻ മെറ്റാബോളിസത്തിൻ്റെ മാക്സിമം എടുക്കാവുന്ന പറ്റി അടുത്ത ഫാറ്റ് മെറ്റാബോളിസത്തിൽ നിന്ന് ബോഡിക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ബോഡി എടുക്കാൻ തുടങ്ങുക. അപ്പം ഇത് ഒരു 3-ാം ദിവസമായി. 3-ാം ദിവസം ആയിക്കഴിഞ്ഞപ്പം ബോഡി ഫാറ്റിനെ മൊത്തം എടുത്ത് തീർത്തു. ഇനി ബോഡിക്ക് ഫാറ്റും ഇനി എടുക്കാൻ പറ്റാത്ത പരുവത്തിലേക്ക് ആയി. ഇനിയാണ് അടുത്ത ഓട്ടോഫാജിയ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഈ സയൻറ്റിസ്റ്റ് തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വരുന്നത്. അതൊരു 3-ാം ദിവസം തൊട്ട് 4-ാം ദിവസം വരെയാണ്. 4-5 ദിവസമാണ് അതിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ബോഡി സ്റ്റെം സെൽസിനെ ഫോർമേഷൻ ചെയ്യാൻ തുടങ്ങും. അതായത് ബോഡിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന മെറ്റാബോളിസത്തിൽ നിന്ന് ഉണ്ടായേക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായേക്കുന്ന എല്ലാ സെല്ലുകളും ബോഡിയിലുണ്ട്. അപ്പം കുറേ ആവശ്യമില്ലാത്തതിനെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അപ്പം ബോഡിക്ക് ഒരു വലിയ സ്റ്റാർവേഷൻ മൂഡിലേക്ക് വന്നപ്പം ബോഡി എന്ത് ചെയ്യും? ബോഡി സ്വന്തമായിട്ട് ഈ അനുകൂലമായ ക്ലൈമറ്റിനെ അതിജീവിക്കാൻ പറ്റുന്ന പുതിയ സെല്ലുകൾക്ക് റീജനറേഷൻ എന്ന് പറയും. സ്റ്റെം സെൽ ഫോർമേഷനിലേക്ക് ബോഡി കിടക്കും. ഇത് 5-ാം ദിവസമാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളൊരു സാധാരണ മനുഷ്യൻ ഇത്രയും വലിയ സംഭവത്തിലേക്കൊന്നും പോകത്തില്ല. ഇതൊക്കെ ഭയങ്കരമായ മെഡിക്കൽ ഡയഗ്നോസിസിലൂടെയും മെഡിക്കൽ കൺട്രോളിലൂടെയും നടത്തേണ്ട ഫാസ്റ്റിംഗ് ആണ്.
പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. 5-ാം ദിവസത്തെ ഫാസ്റ്റിങ്ങിൽ 5-ാം ദിവസമാണ് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. 3-ാം ദിവസം തൊട്ട് പ്രോട്ടീൻ മെറ്റാബോളിസവും ഫാറ്റ് മെറ്റാബോളിസവും കഴിഞ്ഞാൽ ബോഡി പിന്നെ ചെയ്യാൻ പോകുന്ന ഓട്ടോഫാജിയയുടെ ഏറ്റവും തെറാപ്യൂട്ടിക് മേഖലയായ സ്റ്റെം സെൽ ഫോർമേഷനിലേക്ക് ബോഡി കിടക്കും. അതായത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഡിഫോമിറ്റികളെ എല്ലാം ബോഡി ഉപയോഗിച്ചിട്ടും ഇനി പിടിച്ചു നിൽക്കാൻ പറ്റിയ പുതിയ സെല്ലുകൾക്ക് ബോഡി രൂപകൽപ്പന ചെയ്യാൻ തുടങ്ങും. ഈ പുതിയ സെല്ലുകൾക്ക് ഏതവസ്ഥയിലും പിടിച്ചു നിൽക്കാനും ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനും ശേഷിയുള്ളവരാണ്. കാരണം ഇത്രയും വലിയ സ്റ്റാർവേഷൻ മൂഡിലാണ് ബോഡി നിൽക്കുന്നത്. അപ്പം അത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഗുണകരമായി മാറുന്ന അവസ്ഥയാണ് 5 ദിവസത്തെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തതിനാണ് 2016 നൊബേൽ പ്രൈസ് ഓസൂമി എന്ന് പറയുന്ന ജപ്പാൻ സയൻറ്റിസ്റ്റിന് കൊടുത്തുകൊണ്ട് വൈദ്യശാസ്ത്രം അതിൻ്റെ സിഗ്നേച്ചർ നൽകിയത്. അപ്പം നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഫാസ്റ്റിങ്ങിൻ്റെ ഗുണം എന്താണ്? ഒരു 12 മണിക്കൂർ വരെ നമ്മൾ ഫാസ്റ്റ് ചെയ്ത് നമ്മുടെ മുഴുവൻ 16 മണിക്കൂർ വരെ നമ്മളൊരു ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ എല്ലാം ഉപയോഗിച്ച് ബോഡി തീർത്തു. ആ 16 ഒരു 20-24 മണിക്കൂർ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 16 തൊട്ട് അടുത്ത 24 വരെ നടക്കാൻ പോകുന്നത് നമ്മുടെ ബോഡിയിലെ പ്രോട്ടീൻ മെറ്റാബോളിസമാണ്. ഈ പ്രോട്ടീൻ മെറ്റാബോളിസത്തിന് നമ്മൾ ബോഡീനെ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത മുഴുവൻ സെല്ലുകളെയും ബോഡി പ്രോട്ടീനായിട്ട് സ്റ്റോർ ചെയ്ത് പിന്നീട് ക്യാൻസർ, അൾസിമേഴ്സ്, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ ഉണ്ടാക്കാൻ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇതൊക്കെയായി മാറാൻ സാധ്യതയുള്ള മുഴുവൻ ആവശ്യമില്ലാതെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പ്രോട്ടീനെയും ബോഡി എടുത്ത് റീസൈക്കിൾ ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ആ 16 തൊട്ട് 24 വരെ പോകുന്ന ആ ടൈം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് പോലും വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഫാസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു ഇൻറ്റൻസീവ് ഫാസ്റ്റിംഗ് ആണ്. അത് മെഡിക്കൽ സൂപ്പർവിഷനിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ആൾക്ക് തളർച്ച ഉണ്ടാവുമോ, ക്ഷീണം ഉണ്ടാവുമോ, പറ്റുമോ, ബോഡിയുടെ മെക്കാനിസം എങ്ങനെ, ഇതൊക്കെ നോക്കിയാണ് അത് ചെയ്യുന്നത്. ഇതാണ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു അത്ഭുത ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം കൂടി ഒരിക്കലും നമ്മൾ മാറ്റുന്നില്ല. ഇലക്ട്രോലൈറ്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസുകൾ ഉപയോഗിക്കണം. അങ്ങനെയൊക്കെയാണ് ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. ഇതിന് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റുമാണ് നമ്മൾ ബോഡിക്ക് കൊടുക്കാത്തത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ട്രോലൈറ്റ്സുകൾ കൊടുക്കണം. തേങ്ങാവെള്ളം കുടിക്കാം, ജ്യൂസുകൾ കുടിക്കാം. ഷുഗറാണ് നമ്മൾ കുറയ്ക്കുന്നത്. ഷുഗർ കുറയ്ക്കുന്നു, പ്രോട്ടീൻ കുറയ്ക്കുന്നു, ഫാറ്റ് കുറയ്ക്കുന്നു. ഇത് മുഴുവൻ മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാം ബോഡിക്ക് ആവശ്യമുണ്ട്. ഇതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത് ബോഡിക്ക് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്, രോഗപ്രതിരോധ ശക്തിയുള്ളതാണ്. 5-ാം ദിവസത്തെ സ്റ്റെം സെൽ ഫോർമേഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ അത് ബോഡിയുടെ അഗ്രസീവ് സ്റ്റേജിലുള്ള എനർജി പുറത്തെടുക്കാനായിട്ട് ബോഡിക്ക് പറ്റും. അപ്പം ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. ഇത് ലോകം നൊബേൽ പ്രൈസ് കൊടുത്ത അംഗീകാരം കൊടുത്ത ഒരു സയൻറ്റിഫിക്കൽ ശാഖയാണ്. ഓക്കെ, താങ്ക് യു.